എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിദാനസി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഗ്രീക്ക് ഹാർബറിൽ പോവാണ് ദുബായിൽ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പോണത്. ഇവരിങ്ങനെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഏതാന്നൊക്കെ ഞാൻ അവിടെ എത്തിയിട്ടാണ് കാണൽ. മുന്നേ ചോദിക്കൽ വളരെ കുറവാണ് കേട്ടോ. എനിക്ക് ഡൗട്ട് വരുന്നത് മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഹസ്ബൻഡിനോട് പറയാതാണ് ഞാൻ ചില സമയത്ത് വീഡിയോസ് ഹസ്ബൻഡിന് എടുക്കില്ല. അപ്പോൾ എന്നോട് പറയണം എന്നെ എടുക്കല്ലേ, നിന്നെ മാത്രം എടുക്കുക എന്നുള്ള രീതിക്ക് കേട്ടോ. കാരണം ഇന്ന് ആൾ വലിയ ഭംഗിയിലൊന്നല്ല ഇറങ്ങിയത്, അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത്. പിന്നെ സൺഡേ അതിനെക്കൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് സൺഡേ എടുത്ത വീഡിയോ ആണ്, ഞാനിപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സൺഡേ നമ്മൾ കറാമൊക്കെ പറയുന്നത് ഭയങ്കര ബ്ലോക്കാണ്. മോർണിംഗ് മുതലേ സ്റ്റാർട്ടായിരിക്കും. മോർണിംഗ് അല്ല, ഒരു ലഞ്ച് ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ടാവും. നമ്മൾ പോകുന്നത് ഈവനിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്കുള്ള സമയത്ത് ഞാൻ ആ ഒരു വണ്ടി കണ്ടപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ എടുത്താണ് കേട്ടോ. ഇവിടെ അടിപൊളി വണ്ടിയൊക്കെ കാണാൻ പറ്റും. ഇതൊരു പാലത്തിൻ്റെ അടിയിൽ കൂടെ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം, നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു പ്ലേസ് കണ്ടാൽ നമ്മൾ വീഡിയോസ് എടുത്തിട്ട് വൈറലാക്കുമോ? ഇവിടെ ഒന്നും അങ്ങനെ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഫൈനൊക്കെ വരും കേട്ടോ ഈ പാലത്തിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ എടുത്താണ്. നല്ല രസമുള്ള എന്താ പറയുക, ഇവർ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇംപ്രഷൻ ചെയ്തിട്ടാണ് ഇവർ ആ ഒരു ഡിസൈനൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ കണ്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ. ഞാൻ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനും ഫേമസ് ആക്കിയിട്ടുണ്ടാവും കേട്ടോ ആ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ലോങ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് അധികം തന്നെ ഓടിയിട്ടുണ്ട് നമ്മൾ വണ്ടി. അപ്പോൾ കുറച്ച് ലോങ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ ആ ലോങ് ഡിസ്റ്റൻസ് നോക്കിയില്ല, ഇരുന്നപ്പോൾ എനിക്ക് ഒരുപാടുള്ളതുപോലെ തോന്നി കേട്ടോ. ഈ ഗ്രീക്ക് ഹാർബർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ചോദിച്ചിട്ടില്ല. എന്തായാലും നല്ല രസമുള്ളൊരു സ്ഥലമാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ പോണ വഴിക്ക് തന്നെ ഈ പുറമൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് വീഡിയോയിൽ ആ സമയത്തും ഡയറക്റ്റ് കണ്ട് നല്ലൊരു വ്യൂ ചെയ്യുന്നു കേട്ടോ. നമ്മൾ ദുബായിലെ മൊത്തം ബിൽഡിങ് കാണാൻ പറ്റും. ബുർജ് ഖലീഫാണ് നേരെ കാണുന്നത് കേട്ടോ. വീഡിയോയിൽ അത്ര ഭംഗിയായിട്ടൊന്നും ചിലപ്പോൾ കാണണമെന്നില്ല, പക്ഷേ ഞാൻ ഗ്ലാസ് താത്തി നോക്കുമ്പോൾ നല്ല രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ ആ ഒരു ബിൽഡിങ്ങും അതിൻ്റെ നടുവിലൊരു ബുർജ് ഖലീഫൊക്കെ നല്ലൊരു വ്യൂ ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് കണ്ടപ്പോൾ ഗ്ലാസ് ആത്തി എടുത്തതാണ് കേട്ടോ. പിന്നെ ഏകദേശം അതിൻ്റെ അടുത്തെത്താനായിരിക്കുന്നത്. അപ്പോൾ നല്ല രസമുള്ളൊരു പ്ലേസാണ് കേട്ടോ. രണ്ട് സൈഡിലും നല്ല മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ കാണുന്നുണ്ട് എന്ത് രസം ഉണ്ടാവില്ലേ. എപ്പോഴായിരിക്കും നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒക്കെ അപ്ഡേഷൻ വരിക. വന്ന അടിപൊളിയായിരിക്കും. ദുബായിനെ കടത്തി വിടും നമ്മളെ നാട് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് അങ്ങോട്ടൊക്കെ എത്തിയപ്പോൾ കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അധികം ഞാൻ റോഡിൻ്റേത് എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, മുന്നത്തെ വീഡിയോസിലൊന്നും ഞാൻ ഇതുപോലെ റോഡിൻ്റെ ഇട്ടില്ല. അപ്പോൾ റോഡിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ എത്രത്തോളം ബോറാണെന്നുള്ളത് കാണിക്കാനാണ് ഞാൻ ഈ പ്രാവശ്യം പുറത്തത്തെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. മിക്ക വീഡിയോസിൽ ഞാൻ പുറത്തെ വ്യൂ ഒന്നും അങ്ങനെ കൂടുതൽ എടുക്കാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അധികം ഡ്രൈവ് ചെയ്യുന്നതും ഇതൊക്കെയാണ് എടുക്കൽ. അപ്പോൾ ഗ്രീക്ക് ഹാർബറിൻ്റെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ അടുത്തെത്താനായി. അവിടെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ പേര് കണ്ടിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരു വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഈ ട്രാവലിൻ്റെ ഈ ഒരു റോഡും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറയണം. ചിലർക്കൊന്നും ചിലപ്പോൾ അത് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ പുറലോകം മാത്രം കാണിച്ചു തരുന്നത്. അവിടെ എത്തിയിട്ട് അവിടെ എന്താണെന്ന് കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തുണ്ടെങ്കിലും കാണുന്നവർ കമൻറ്റ് ചെയ്യുക. ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടോ. പിന്നെ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി ലിഫ്റ്റൊക്കെ കയറി. ഇതാണ് നമ്മൾ ഇറങ്ങിയൊരു എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് കണ്ടത് നല്ല രസമുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ലൈറ്റും കാര്യങ്ങളും ഡെക്കറേഷനൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ക്രിസ്മസ് ആവാനായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അവർ നല്ല ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. അത് ഈ ഒരു കാണുന്ന ഫോട്ടോ എടുക്കുന്ന ഒരു സംഭവം. പിന്നെ കുറേ ബിൽഡിങ്, ഓപ്പോസിറ്റുള്ള കുറേ ബിൽഡിങ്ങും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ബോട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ. അവിടെ കാണുന്ന ബോട്ടിൽ ഒരുപാട് പേര് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്കിത് കൂടുതൽ ഫോക്കസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും ഒരാൾ ഡീറ്റെയിൽ ആയിട്ട് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോബ്ലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് ആക്കിയിട്ട് മാക്സിമം അധികം ആളെ ഫേസ് ഒന്നും ഉൾക്കൊള്ളാണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുമോ അറിയില്ല. പക്ഷെ ഇത് ഡയറക്റ്റ് കാണാൻ കുഴപ്പമില്ലാത്തൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് എത്ര പോയി കഴിഞ്ഞാലും ഈ ഒരു സംഭവം തന്നെ ഉള്ളൂ, അതിലും കൂടുതലൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു പാലത്തിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ദുബായ് മൊത്തത്തിൽ കാണാൻ പറ്റും. മീൻസ് ദുബായിൻ്റെ ആ ഒരു ബിൽഡിങ് നമ്മൾ റോഡിൽ നിന്ന് കണ്ടല്ലോ, അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ. പിന്നെ കുട്ടികൾക്ക് പറ്റിയ സംഭവങ്ങളാണ് ഈ സൈഡിൽ ലൈറ്റൊക്കെ ആയിട്ട് കാണുന്നത് കേട്ടോ. കുട്ടികൾ കളിക്കുന്നതും അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ. അതിൻ്റെ ഉള്ളിൽ ഞാൻ കയറി ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നമ്മളൊക്കെ എന്താ പറയുക, കുട്ടികളെന്തോ കളിക്കുന്ന സാധനത്തിൽ കയറി എടുത്ത പോലെ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് നോക്കണ വ്യൂ ആണ് അത്. നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം ഭംഗിയാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു.
പിന്നെ ഇതാ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയയിൽ നിന്ന് നമ്മൾ ഫോട്ടോസ് എടുത്ത സമയത്ത് നല്ല രസമുള്ള ഫോട്ടോസാട്ടോ കിട്ടിയത്. കാരണം ആ ഒരു ബാക്കത്തെ ബിൽഡിങ്ങിൻ്റെ ആ ഒരു നക്ഷത്രം തിളങ്ങണ പോലത്തെ ആ ഒരു ഭംഗി നമ്മളെ ഫോണിൽ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയോ പോയി എടുത്ത പോലാണ് കേട്ടോ ഉള്ളത്, ദുബായൊന്നും തോന്നൂല. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ആസ്വദിക്കുകയാണ് കേട്ടോ. ആ നേരെ കാണുന്നതാണ് ബുർജ് ഖലീഫ. ദുബായിത്തെ മാക്സിമം ബിൽഡിങ് അത് ആ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ കുറേ പേരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞാനും 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, അതിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അത്ര അങ്ങോട്ട് നന്നായിട്ടൊന്നുമില്ല കേട്ടോ, കാരണം ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു, നമ്മളെ പോസിങ്ങും അത്ര ശരിയല്ലേനു കേട്ടോ. പിന്നെ ഈ കാണുന്ന വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇത് ഡയറക്റ്റ് കാണാൻ വേറെ തന്നെ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാനാണ് എല്ലാവരും വരുന്നത്. ഇവിടുന്ന് ലെഫ്റ്റിൽ പോയാലും ഈ സെയിം സംഭവം തന്നെ, ഈ ഒരു വ്യൂ തന്നെയാണ് ഉള്ളത്. പിന്നെ ഞാൻ കൊടുത്ത ഫോട്ടോയിലുള്ള ഒരൊറ്റ ഒരു ആർച്ച് പോലത്തെ സംഭവം മാത്രമേ ഉള്ളൂ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറയാൻ. പിന്നെ എനിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അവിടെ നിന്ന് എടുക്കാനോ കാര്യങ്ങളോ പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും എന്തെങ്കിലും ഫേസ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രോബ്ലമാണ്. അപ്പം മെയിനായിട്ടുള്ള സംഭവം ഞാൻ എടുത്തിട്ടുണ്ട്, അതന്നെ ഉള്ളൂ കേട്ടോ, അവിടെ വേറെ ഒന്നുമില്ല. പിന്നെ റിട്ടേൺ പോകാമെന്ന് വിചാരിച്ചിട്ടോ, കാരണം ഒരുപാട് പേർക്ക് ടയർനെസ് ഉണ്ടായിരുന്നു. കാരണം ക്ലൈമറ്റ് മാറുന്നതുകൊണ്ട് ഫീവർ വരുന്ന ആ ഒരു ക്ഷീണം എല്ലാവരും ശരീരത്തും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും എല്ലാവർക്കും അങ്ങനത്തെ ഒരു ക്ഷീണം കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പർച്ചേസിങ് നമുക്ക് ഉണ്ടായിരുന്നു, അപ്പം നമ്മൾ വീട്ടിൽ പോയിരിച്ച്. പിന്നെ ഈ ഒരു റോഡിൻ്റെ വീഡിയോസൊക്കെ ഇടുന്ന ചിലർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക, നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ വേണോ, അല്ലെങ്കിൽ അവിടെ പോയ വ്ളോഗ് മാത്രം മതിയോ എന്നുള്ളത്. കാരണം ഓരോരുത്തരും ഓരോ മൈൻഡ് സെറ്റുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളിഷ്ടം കൂടാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ അത് നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. റിട്ടേൺ പോണ സമയത്ത് നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.